ഇന്ന് നമ്മൾ PSC മാത്സിലെ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ച് രണ്ട് ഫ്രാക്ഷൻ സോൾവ് ചെയ്യാനും ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ പഠിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഫ്രാക്ഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ ഇങ്ങനെ വരികയാണ് 4/2. ഇതിനെ ചെയ്യുന്നത് 4നെ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇതിൻ്റെ 4ൻ്റെ പകുതി എടുക്കുക 2, 2ൻ്റെ പകുതി എടുക്കുക 1. ഒരേ രീതിയിൽ ഒരേ സമയം 2ൻ്റെയും പകുതി എടുക്കണം. എന്നിട്ട് താഴെ 1 വന്നാൽ അതിൻ്റെ ആൻസർ മണ്ടേ കിടക്കുന്ന നമ്പർ തന്നെയായിരിക്കും. അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ചെയ്യേണ്ടത് മേളിലും താഴെ കിടക്കുന്ന 2 നമ്പറുകളുടെ ഒരേ സമയം പകുതി എടുത്തങ്ങ് പോവുക. ഓക്കെ ആണല്ലോ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ 6/4. 6/4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പകുതി എടുക്കുക 3/2. ഈ 3/2നെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ആൻസർ 1.5 ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും 6/4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്തുവാ? 1.5. സത്യത്തിൽ ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഒരേ ആൻസർ തന്നെയാണ്. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെന്ന് കരുതുക. ഇതിനെ ഒന്ന് സിമ്പിളിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ ആൻസർ എഴുതിയെന്ന് പറഞ്ഞും ഈ ആൻസർ എഴുതിയെന്ന് പറഞ്ഞും എന്താണ്? കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരേ ആൻസർ തന്നെയാണ്. ഇപ്പോൾ ഈ ആൻസർ എഴുതിയില്ല, ഈ ആൻസറേ വരെ വന്നുള്ളൂ എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ഇനി ഓപ്ഷനിലെങ്ങാണ് ഇത് കാണത്തില്ല, ചിലപ്പോൾ ഇതായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് പറയുന്നത്. ഈ പ്രോബ്ലംസൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം പോകാൻ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലമാണ് 8/4. ഇതിനെ നമ്മൾ 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സാധാ രീതിയിൽ ചെയ്യുന്നത് പോലെ 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം ഇവിടെ ചെയ്തതുപോലെ. അപ്പോൾ അതിൻ്റെ ആൻസർ 2 എന്ന് പറഞ്ഞ് കിട്ടും. അതേ ആൻസർ തന്നെയാണ് ഇതിൻ്റെ പകുതി എടുത്ത് പോയാലും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. 10/5 10/2. 10/2ൻ്റെ പകുതി എടുക്കുമ്പോൾ 5/1. 1 താഴെ വന്നാൽ ആ മണ്ടേ കിടക്കുന്ന നമ്പർ എടുത്തെടുക്കുക. അല്ലെങ്കിൽ 10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര? 5. ഇത് വേറെ രീതിയിലും ചെയ്യാം. 10/2നെ നമുക്കിങ്ങനെ ചെയ്യാം. 10/2. അതിനെ എങ്ങനെ മാറ്റാം നമുക്ക്? 10/2നെ 10നെ നമുക്ക് ഈ ചെറിയ നമ്പർ വെച്ച് ഏത് ഫ്രാക്ഷൻ മണ്ടയിലോ താഴെയോ കിടക്കുന്ന ഏതാണോ ചെറിയ നമ്പർ വെച്ച് ആ വലിയ നമ്പറിനെ മാറ്റണം. 2 × 5 എത്രയാണ്? 10 ബൈ പിന്നെന്തുവാ? ബൈ എത്ര? 2 എഴുതുക. ഓക്കെ ആണല്ലോ. അതിൽ 2 × 2 ക്യാൻസൽ ആകുമ്പോൾ ബാക്കി കിട്ടുന്ന ആൻസർ എത്രയാണ്? 5 എന്ന് പറയുന്നത് പോലെ നമുക്കങ്ങനെ കിട്ടും. ഈ ആൻസർ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ പകുതി എടുത്തു പോയാലും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ക്വസ്റ്റ്യനുകൾ തിരിച്ചിട്ടാൽ എങ്ങനെ വരുന്നു നോക്കാം. അപ്പം നമ്മൾ മുമ്പേ ചെയ്തതുപോലെ മണ്ടയിലാണ് വലിയ നമ്പർ കിടക്കുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന നമ്പറുകളായിരിക്കും. 6/3. 6/3യെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ ചെയ്തതുപോലെ 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. പക്ഷേ തിരിച്ചൊരു ക്വസ്റ്റ്യൻ, ഇതിനെ തിരിച്ചിടുക. 3/6. 3/6നെ ഒരു കാരണവശാലും 2 എന്ന് പറഞ്ഞ് എഴുതരുത്. ആ ഉത്തരം തെറ്റാണ്. അപ്പോൾ നമ്മൾ മുമ്പേ ഇവിടെ ചെയ്തതുപോലെ നമ്മളിതിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റുക. അതായത് ഇവിടെ കിടക്കുന്ന ചെറിയ നമ്പർ കണ്ടോ? 3 ആണ്. ഈ ചെറിയ നമ്പർ വെച്ച് ഈ വലിയ നമ്പറിനെ നമ്മൾ ഗുണിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ ചെറിയ നമ്പർ വെച്ച് ഏത് നമ്പറിനെ ഈ ചെറിയ നമ്പർ വെച്ച് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടും എന്നുള്ളത് നോക്കണം. അപ്പോഴും നമുക്കറിയാം എന്തുവാ? 2 × 3 ആണ് എന്തുവാ? 6. ഇതിനെ 2 വെച്ച് ഇൻറ്റു ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 കിട്ടും. ഓക്കെ എന്നല്ല, നമ്മൾ അതേപടി എഴുതി. പിന്നെ എന്ത് ചെയ്യണം? 1 × 3 എന്ന് പറഞ്ഞ് എഴുതണം. കാരണം ഇവിടെ ഒന്നും എഴുതാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 × 3 എന്ന് എഴുതിയിരിക്കണം. അപ്പോൾ ഈ 3 ക്യാൻസൽ ആകുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 1/2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ 1നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. 1നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്കറിയാം അത് പോയിൻ്റൊക്കെ കൊടുത്ത് 0 കൊടുത്ത് ചെയ്യുമ്പോൾ 0.5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 1/2ൻ്റെ ആൻസർ എന്താണ്? 0.5. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 0.5 എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി 3/6 എന്ത് തന്നെയാണ്? 0.5 തന്നെയാണ്. 3/6ഉം 0.5 തന്നെയാണ്. നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 3നെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 0.5 എന്ന് തന്നെ കിട്ടും. അതായത് ഇതും എന്ത് തന്നെയാണ്? സെയിം ആണ്. നമ്മളിങ്ങനെ ചെയ്തു വരുന്ന പ്രോബ്ലത്തിൽ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഈ ഉത്തരം. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇതിലെത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് ഇതും. രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഓപ്ഷനിൽ ചിലപ്പോൾ ഇതായിരിക്കും കാണുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അതുപോലെ 4/8. ഇതിൻ്റെ പകുതി എടുത്തു പോകാം. ഇവിടെ പകുതി എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനുമാണ്. അതുകൊണ്ട് നമുക്ക് പകുതി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് പകുതി എടുക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാം. കണ്ടോ? രണ്ടും ഒരേ ആൻസർ തന്നെ കിട്ടും. 4/8 പപ്പാതി എടുത്തു. 2/4 വീണ്ടും പകുതി എടുത്തു. 1/2. ഇനി ഇതിൻ്റെ പകുതി എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ താഴെ 1 പിന്നെ അതിൻ്റെ മണ്ടേ 1 അങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. ഈ 4/8നെ നമുക്ക് ഇവിടെ ചെയ്ത രീതിയിലും ചെയ്യാം. ചെറിയ നമ്പറിനെ വെച്ച് മുമ്പേ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? വലിയ നമ്പറിനെ മാറ്റണം. കണ്ടോ? 4 × 2. 4നെ 2 വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് 8 കിട്ടും. കണ്ടോ? ഇനി ആ 4നെ 4 × 1 എന്ന് എഴുതുക. അതിനുശേഷം 4ഉം 4ഉം ക്യാൻസൽ ചെയ്യുക. 1/2. ഇതേ ആൻസർ തന്നെ ഇവിടെയും കിട്ടും.
മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദാണ്ടെ 5/10 ഇതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് പകുതി എടുക്കാൻ പറ്റത്തില്ല, ഒരെണ്ണത്തിൻ്റെ പകുതി കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റും. 5 × 1 ഡിവൈഡഡ് ബൈ 2 × 5. 5നെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് 5 × 1 തന്നെ എഴുതണം. ഇനി എന്ത് ചെയ്യണം, 10നെ എന്ത് ചെയ്യണം, ഈ നമ്പർ വെച്ച് മാറ്റണം. കണ്ടോ, 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1/2, 2 ഇൻറ്റു ചെയ്യുമ്പോൾ 5. അപ്പോൾ 10 എന്ന് പറഞ്ഞ് കിട്ടും. എന്തോ അതിനെ വെട്ടുമ്പോൾ കണ്ടോ, ഒരെണ്ണത്തിന് ഒരേപോലുള്ളതിനെ വെട്ടുമ്പോൾ എത്ര കിട്ടും, 1/2. അതുപോലെ 3/24, 3/24നെ നമ്മൾ നോക്കണം. ഈ ചെറിയ നമ്പർ വെച്ച് ഈ വലിയ നമ്പറിനെ മാറ്റാൻ നോക്കണം. അപ്പോൾ ഈ വലിയ നമ്പറിനെ ഈ 3നെ ഏത് വെച്ച് ഗുണിച്ചാൽ നമുക്ക് 24 കിട്ടും, 8 വെച്ച്. അതാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, 3 × 1 എന്ന് എഴുതുക. 3 × 3 ക്യാൻസൽ, 1/8 എന്ന് എഴുതാം. ഇനി 3 നമ്മൾ എഴുതാൻ വിട്ടുപോയാലും നമുക്ക് 3 ഇങ്ങനെ എഴുതാം. എങ്ങനെ, 3/8 × 3. പിന്നെ ഇതും വെട്ടിയിട്ട് എന്ത് ചെയ്യും, 8 എന്ന് പറഞ്ഞ് എഴുതരുത്, താഴെയാണ് നമുക്ക് 8 കിടക്കുന്നത്. അപ്പോൾ മണ്ടയിൽ എന്ത് ചെയ്താൽ മതി, ഒരു 1 ഇട്ട് കൊടുത്താലും മതി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. 4/28 ആണ്. ഇതിൻ്റെ പകുതി എടുക്കാം. എങ്ങനെ, ഒന്നുകിൽ നമുക്ക് ഇവിടെ ചെയ്ത പോലെ 4/28നെ എന്ത് ചെയ്യാം, 2/14, 1/7 എന്ന് പറഞ്ഞ് എഴുതാം. 1/7 കിട്ടും. ഇതേ ആൻസർ തന്നെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കിയാലും കിട്ടും. കണ്ടോ, വലിയ നമ്പറായി 28, അതിനെ ചെറിയ നമ്പറായിട്ടുള്ള 4 വെച്ച് മാറ്റണം. 4 × 7 എന്ന് പറഞ്ഞ് എഴുതിയാൽ 28 എന്ന് പറഞ്ഞ് കിട്ടും. 4നെ 4 × 1 എന്ന് എഴുതുക. 4 ക്യാൻസൽ ആകുന്നു, ബാക്കി 1/7 എന്ന് എഴുതുന്നു. ബാക്കി കുറച്ച് പ്രോബ്ലം കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.